ഹായ് ഹലോ എല്ലാവർക്കും അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ സാറാസ് വേൾഡിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ബോട്ടിലിൽ എങ്ങനെ വയലിൻ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് എളുപ്പത്തിൽ നമുക്ക് വയലിൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ബോട്ടിലിൽ. അതിനുവേണ്ടി ആദ്യമേ തന്നെ ഞാൻ നല്ലൊരു അത്യാവശ്യം വീതിയുള്ളൊരു ബോട്ടിലെടുത്തു. അത് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ വൈറ്റ് കളർ നന്നായിട്ട് അടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ അടിക്കുന്നത് ഒരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ. ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഒരു അടുത്ത കളർ അടിക്കണമെങ്കിൽ തന്നെ നമ്മുടെ ആദ്യത്തെ കളർ നന്നായിട്ട് ഉണങ്ങണം കേട്ടോ. നന്നായിട്ടെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു 3-4 മണിക്കൂർ എടുത്ത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമേ നമ്മൾ അടുത്ത കളർ അടിക്കാവുള്ളൂ. അതിനുവേണ്ടി ഞാൻ രണ്ടാമത്തെ കോട്ടായിട്ട് അടിക്കുന്നത് ഒരു റെഡ് കളറും യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്ത് ആയിട്ടുള്ള ഒരു കുങ്കുമ കളർ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെയുള്ളൊരു കളറാണ് അടിക്കുന്നത്. ഇത് കണ്ടോ, അപ്പോൾ അത് നന്നായിട്ട് 2 കളറും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഇതേപോലൊരു വുഡ് ഞാനിതൊരു മരത്തിൻ്റെ കഷ്ണം ആണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ തേച്ച് നന്നായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം നമ്മുടെ കുപ്പിയുടെ പാകത്തിന് ഒരു കോലായിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഒരു ബ്ലാക്ക് കളറ് ഇതേ സൈസിൽ നമ്മൾ എടുത്തിരിക്കുന്ന മരത്തിൻ്റെ സൈസിൽ ഒരു ചാർട്ട് പേപ്പർ വേണം. ബ്ലാക്ക് കളർ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള കളർ എടുക്കുക, എന്നിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുക. ഞാനിപ്പോൾ ഒരു യെല്ലോ കളറാണ് എടുത്തത്. എന്നിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുത്തു. എന്നിട്ട് ഇതേൽ പശ തേച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇതുണ്ടോ, ഞാൻ യെല്ലോ കളർ എടുത്തതെന്ന് പറഞ്ഞില്ലേ, അത് ഈ താഴെ ഭാഗം കണ്ടോ ഞാനിപ്പോൾ ഒട്ടിച്ചേക്കുന്നത് കണ്ടോ, അതേപോലെ തന്നെ താഴെ ഭാഗത്തും പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഈർക്കിലിയോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ കഷ്ണമോ വെച്ചിട്ട് നമ്മൾ നടുഭാഗത്തൊരു ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ 2 സൈഡിലും ഈ എസ് പോലെ ഇത് കണ്ടോ, അതുപോലെ നമ്മൾ വെട്ടിയെടുക്കുക. അതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. ഒന്നെങ്കിൽ വേറെ കളർ ചാർട്ട് പേപ്പറിൽ വെട്ടിയെടുത്തിട്ട് ബ്ലാക്ക് കളർ അടിച്ചാൽ മതി. എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല നീളത്തിൽ ഞാൻ വൈറ്റ് നൂലാണ് എടുത്തിരിക്കുന്നത്. ഈ നൂല് മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ വയലിൻ വായിക്കണമെങ്കിൽ ഒരു ഇത് വേണ്ടേ, അപ്പോൾ അതിനുവേണ്ടി താഴേക്ക് ഇങ്ങനെ വലിച്ച് പിടിച്ച് നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് അത് നേരത്തെ നമ്മൾ ഒട്ടിച്ച ആ കറുത്ത ഭാഗമില്ലേ, കറുത്ത ഒരു പേപ്പർ ഒട്ടിച്ചില്ലേ, അവിടെ കൊണ്ടുപോയിട്ട് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. മേലെയും സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മുടെ വുഡ് പീസ് കൊണ്ട് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. കണ്ടോ, വുഡ് പീസ് കൊണ്ട് ഞാൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നു. ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ആ വുഡ് പീസിൻ്റെ അകത്ത് ഞാൻ ഫെവിക്കോളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ ഗ്ലൂ ഗണ്ണോ അങ്ങനെയൊന്നുമല്ല, ഫെവിക്കോളും കൊണ്ട് നന്നായിട്ട് ഒട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഭാഗം ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. അതുകൊണ്ട് നമ്മൾ മേലെ ഭാഗം കവർ ചെയ്യുക. അപ്പോൾ നമ്മൾ കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നടുഭാഗം കുറച്ച് ഗ്യാപ്പ് ഇടണം. അതിന് ശേഷമാണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ. വീട്ടിൽ ചെയ്യുമ്പോൾ ഇതിനെല്ലാം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് മേലെ ഭാഗം ആ പൊന്തിയിരിക്കുന്നതില്ലേ, അത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് മടക്കിയിട്ട് അതിൻ്റെ മേലെ ഭാഗം കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ വയലിൻ വായിക്കണമെങ്കിൽ ഒരു വടി പോലെ വേണ്ടേ, അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു പീസ് വുഡിൻ്റെ എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലും ഇതുപോലെ വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് അതിൽ പെയിൻറ്റ് അടിക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. 2 സൈഡിലും ആദ്യം ഈ കോലിനും ഈ നമ്മൾ എടുത്തിരിക്കുന്ന കമ്പില്ലേ, അതിന് ഞാൻ കളർ അടിക്കുന്നത് ഞാൻ പറഞ്ഞില്ല യെല്ലോയും റെഡും കൂടെയാണ്. അതിങ്ങനെ മിക്സ് ചെയ്ത് അടിക്കുക കേട്ടോ. നമ്മൾ നേരത്തെ വൈറ്റ് പേപ്പറിൽ എടുത്തിരിക്കുന്ന ഭാഗത്താണ് നമുക്കത് ചെയ്യേണ്ടത്. ഇനി ഞാനൊരു ഗോൾഡൻ കളർ ഇങ്ങനെ എടുത്തു. അത് നമുക്ക് നമ്മുടെ വുഡ് പീസിൽ ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കണം. കണ്ടോ, ഞാൻ എല്ലാ ഗോൾഡൻ കളറുള്ള വുഡ് പീസിൽ ഫുള്ള് ഞാൻ അങ്ങനെ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ കോലിലെ അതിൻ്റെ അറ്റത്ത് അതും അടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചെറിയൊരു 3-4 കഷ്ണം എടുക്കുക. 4 കഷ്ണം വേണം. അതിങ്ങനെ പെയിൻ്റ് അടിക്കുക. അതിന് ശേഷം നമ്മുടെ ഈ വയലിൻ്റെ അറ്റത്ത് ഇപ്പോൾ കണ്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നേ, അതുപോലെ 4 പീസും ഒട്ടിച്ചു കൊടുക്കുക.
ഇതിനൊക്കെ നമ്മൾ നേരത്തെ ഇതിൽ പേപ്പർ ഒട്ടിച്ച് വെക്കുന്ന കാരണം എന്തായാലും ഒട്ടിക്കോളൂ കേട്ടോ. ഇതിനെല്ലാം നമുക്ക് ഫെവിക്കോൾ തന്നെ മതിയേ. ഇപ്പം നമ്മുടെ വയലിൻ റെഡിയായി. കണ്ടോ എന്ത് എളുപ്പമാണെന്ന് നോക്കി. കുറച്ച് നമുക്ക് ആകെ ഒരു താമസം വന്നത് നമ്മുടെ പെയിൻറ്റ് ഉണങ്ങാൻ വേണ്ടി ഉള്ളൊരു താമസം മാത്രമേ വന്നുള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കൂലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ വയലിൻ ഉണ്ടാക്കുന്നത്? വളരെ എളുപ്പത്തിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ലൊരു ബോട്ടിൽ ആർട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വേഗം വരാം. താങ്ക് യു, ബൈ.